മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് അടിയന്തരമായി കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ സംബന്ധിച്ച് കോട്ടപ്പടി പഞ്ചായത്തിൽ മെമ്മോറാണ്ടം സമർപ്പിച്ച് കേരള കർഷക സംഘം. പഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാറിനാണ് കേരള കർഷക സംഘം കോട്ടപ്പടി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിച്ചത്. MP, MLA ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ വന്യമൃഗശല്യം കൂടുതലുള്ള പഞ്ചായത്തുകൾക്ക് പരിഗണന നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പഞ്ചായത്തുകളിൽ സർക്കാർ കർഷകർക്ക് സംരക്ഷണവും ആനുകൂല്യങ്ങളും അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കേരള കർഷക സംഘം മെമ്മോറാണ്ടം തയ്യാറാക്കി നൽകിയത്. കോട്ടപ്പടി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മെമ്മോറാണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാറിന് സമർപ്പിച്ചു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണത്തിൽ നിന്നും കൃഷിക്കാരെ സംരക്ഷിക്കാൻ സംയുക്ത പദ്ധതി തയ്യാറാക്കുക, വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന കൃഷിക്കാർക്കും കൃഷിയിടങ്ങൾക്കും സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായി ഫെൻസിംഗ് തീർക്കാൻ ആവശ്യമായി വരുന്ന തുകയുടെ 50% വരെ സബ്സിഡി നൽകുക, പ്രസ്തുത തുക പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും നീക്കിവെച്ച് പദ്ധതി തയ്യാറാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക, ജനവാസ മേഖലകളുടെ അതിർത്തികളിൽ 15 മീറ്റർ വിസ്റ്റ ക്ലിയറൻസ് നൽകുക, MP, MLA എന്നിവരുടെ പ്രാദേശിക വികസന ഫണ്ട് അനുവദിച്ചു നൽകുമ്പോൾ കോട്ടപ്പടി, കുട്ടമ്പുഴ, കീരമ്പാറ എന്നീ പഞ്ചായത്തുകൾക്ക് മുൻഗണന നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മെമ്മോറാണ്ടമാണ് സമർപ്പിച്ചത്. കർഷക സംഘം കോതമംഗലം ഏരിയ സെക്രട്ടറി KK ശിവൻ, ഏരിയ പ്രസിഡന്റ് PM അഷ്റഫ്, മിനി ഗോപി, KS സുബൈർ, PR പോറ്റി, അഖിൽ സുധാകരൻ എന്നിവരും കൂടാതെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, വില്ലേജ് കമ്മിറ്റി അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.